രണ്ട് വാക്ക് എൻ്റെ വ്ളോഗിനെ കുറിച്ച്. നല്ല വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പൊളിയാണ്. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നൂഡിൽസ് കുക്കിംഗ് ചെയ്യാൻ പോവാണ്. പി നൂഡിൽസ് ആണ്, ഫാമിലി പാക്ക് വാങ്ങിയതാണ്. ഇതിൽ 6 ഉണ്ട് കേട്ടോ. നമ്മളെ നൂഡിൽസ് നമ്മൾ മൊത്തം ഇട്ടിട്ടുണ്ട്, കാരണം ഒന്ന് മാത്രം ബാക്കി വെക്കണം വിചാരിച്ച്. അപ്പോൾ ഇനി ഈ വെള്ളം തിളച്ചിട്ട് നൂഡിൽസ് അങ്ങോട്ട് ഇടണം. അപ്പോൾ തിളക്കണുണ്ട് ഗൈസ്. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും നറുമലരിൻ ഇതളിൻ ചൂടിൽ പറന്നിറങ്ങും ഇണക്കിളി നിൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ തേടുന്നു തേടും. ഇതാരായി അടിച്ചു വരണത്? ആണോ? പഠിച്ചോനെ എൻ്റെ മോള്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു പൂച്ചയാണ് കേട്ടോ. അവർ വളർത്തുന്ന പൂച്ചയാണ്. അതിനെ കണ്ടപ്പോൾ അവർ കുറച്ച് സമയം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലേക്ക് കേട്ടോ, കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകെ നടക്കുക ഇപ്പോൾ രണ്ടും കൂടെ. അപ്പോൾ ഇന്നലെ കല്യാണമൊക്കെ ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മണവാട്ടിനെ കാണാൻ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോണ വഴി കാണിച്ചു തരാം കേട്ടോ. ചുട്ടിയോടെ കിടക്കുകയാണ്, ഓള് പോരണില്ല, അവൾക്ക് മദ്രസ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും പറയാം കേട്ടോ. വാട്സാപ്പ് നോക്കിയിട്ട് കാര്യമില്ല, മദ്രസ ഉണ്ട്. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഞാൻ കാത് ഇങ്ങനെ കമ്മലിടുമ്പം പഴുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കാത് പഴുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമ്മലിട്ട് കഴിഞ്ഞാൽ അപ്പം കാത് പഴുത്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ തറവാട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടക്കുന്ന വഴി മൊത്തം പാടാണ്, പാടത്ത് മൊത്തം കവുങ്ങും തോട്ടാണ് കേട്ടോ. ഞങ്ങളെ ഈ ഭാഗം മൊത്തം ഇങ്ങനെ പിന്നെ ജാതിക്ക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ജാതിക്ക തോട്ടാട്ടോ. ഞങ്ങൾ നടന്നു പോകുന്നത് തോട്ടത്തിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കിണറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാൽ ഒരുപാട് കിണർ. ഈ കാണുന്നത് പണ്ട് എല്ലാവരും വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുളമാണ്. പക്ഷേ ഇതിലിപ്പോൾ വെള്ളം കുറവാണ്. ഇതിൽ കുളിക്കലുണ്ട്. ഇതിൻ്റെ വെള്ളം കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഇത് ആ കുളത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കിണറാണ്. ഇതൊരു കിണർ, അതൊരു കിണർ, 2 കിണർ അടുത്തടുത്ത് കേട്ടോ.
കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കൃഷി ഭൂമിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിണറുകൾ വരുന്നത്. പിന്നെ ഇത് മുകളിലോട്ടുള്ള കുറേ ആളുകൾക്കുള്ള കുടിവെള്ളമാണ് തോന്നുന്നു. ഈ കുറേ ലൈനുണ്ടോ പോയേക്കണത്. കാണുന്ന മലൻ്റെ മുകളിലാട്ടോ തറവാട് ഇരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്നതാണ് തറവാട് കേട്ടോ. തറവാട് ഇതാണ് തറവാട്, എൻ്റെ തറവാട് കേട്ടോ. ഞങ്ങൾ തന്നെ അതിലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന വഴിയാട്ടത്. ഇതിലങ്ങനെ വരിക, കയറ്റം കയറി. പണ്ട് ഇവിടെ സ്റ്റെപ്പായിരുന്നു കേട്ടോ, താഴെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ അതെല്ലാം പോക്കി ഇവിടുത്തെ പഴയ വീട് പൊളിച്ചപ്പോൾ അതെല്ലാം ഇങ്ങോട്ടിട്ട് ഈ കാണുന്ന സ്ഥലത്ത് ഒരു കുളമായിരുന്നു കേട്ടോ, അതൊക്കെ തൂർത്ത്. ഇവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ ഇതാണല്ലേ നമ്മളെ തറവാട്. ഇതാണ് തറവാട്. റീൽസാ ഉദ്ദേശിച്ചത്? ആ ഞാൻ എടുക്കാം. അല്ല മുന്നേ പോയോ? മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. കാറിൻ്റെ ചാവി കല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് അമിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ട രാത്രിയിൽ മേടിക്കാമെന്ന് വിചാരിച്ചു നിന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പൊറോട്ട കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഷോപ്പിൽ. അപ്പോൾ ഈ ഷോപ്പിൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മുമ്പ് വെച്ചിട്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി തരും കേട്ടോ. നല്ല ഫ്രഷ് പൊറോട്ട. ഇതാട്ടോ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. തട്ടുകടയാണെങ്കിൽ പോലും നല്ല സൗകര്യമുണ്ട്. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടി ക്ഷമ നശിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചുട്ടനാട്ടോ. അത് അടങ്ങിയിരിക്കലില്ല, ഓടിപ്പോവുക ചെയ്യുക. പിന്നെ ഞാനവിടെ മെല്ലെ പിടിച്ച് വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ച് വെച്ചതാട്ടോ. പിന്നെ പൊറോട്ട ഉണ്ടാക്കി തരുന്ന ആളോട് എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ജനുവരി കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരി ഉണ്ട്. അടുത്ത മാസം ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി വരുന്നുണ്ട്. വേണ്ട കേട്ടോ. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് നിച്ചൂട്ടിൻ്റെ ഡയറി, എൻ്റെ ഡയറി കുറിപ്പ്. ഇവിടെ ചോര വന്ന് നോക്കട്ടെ. ഒരു പേജ് നോക്കട്ടെ. ഫോട്ടോ എടുത്ത് ഇത് എന്റെ ഡയറി നോക്കട്ടെ. ഇത് മാത്രല്ല, എന്റെ അടുത്ത് വലിയ ബുക്കുണ്ട്. ഇത് കഴിഞ്ഞ് 6ാം ക്ലാസ്സത്തെ ഡയറിയാ.
ഇനി ഈ വലിയ ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. പേജ് കാണിക്കോ? ഇല്ല, ഞാൻ കാണിക്കാം. ഒരു ഭാഗം ഇതിനൊക്കെ സങ്കടത്തിനെ കുറിച്ചാണ്. എന്ത് സങ്കടാണാവോ? ആഗ്രഹങ്ങൾ അതിനെ കുറിച്ച്. ഇത് എന്റെ വലിയ സംഭവമാണ്. ഇത് മൊത്തം ഞാൻ കാണിച്ചു തരാം. അങ്ങനല്ല, ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് ഒരു പേജ്. രണ്ടാമത്തെ എന്താ ചെയ്യണ പൊന്നോ? JCB കേട്ടോ, JCBനോട് കുത്തി എന്താ ചെയ്യണേ? ഞാനിത് എന്താ സൗണ്ട് വിചാരിച്ച് നോക്കിയത്. അപ്പൊ ഇതിനോട് കുത്തിക്കാണ്ട് കഴിക്കാണ് കേട്ടോ കുഞ്ഞുട്ടൻ. കുഞ്ഞ് ഇവിടെ നോക്ക്, എന്താ ചെയ്യണത്? ആപ്പിള് തിന്ന എങ്ങനെ തിന്നത്? അങ്ങനെ കുത്തി കുത്തി എല്ലാം തിന്ന് തീർത്തപ്പോഴാട്ടോ ഞാൻ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞുകുട്ട ഷൊത്താണ് അല്ലേ? ആപ്പിള് തിന്നോ? എന്നാ ഈ ചായയും കൂടി കുടിച്ചാലോ. ഈ ചായ കുടിക്കണ കാണിച്ചു കൊടുക്ക്. ചായ കുടിക്കണ ഇതിന്റെ മൂലരോണ്ട് കുത്തി തിന്നണത്. മറ്റേ ഫോർക്കൊക്കെ യൂസ് ചെയ്ത് തിന്നുന്ന പോലെ. JCBന്റെ അത് പൊട്ടിച്ചിട്ട് വേണ്ട, ഇതിന്റെ വാല് പൊട്ടിച്ച അവിടുന്ന് കുത്തി തിന്ന ആ കോലുണ്ട്. ഷൊത്തേ ഇവിടെ ഒരാള് പായസം കുടിക്കുന്നുണ്ട്. രണ്ടാൾക്കാര്. എന്നിട്ടാ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? സൂപ്പറാ.